ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ റെന ഫാത്തിമയും സാബുവും തമ്മിൽ ഒരു ചെറിയ വഴക്ക് നടക്കുകയാണ്. വഴക്കിൻ്റെ കാരണം മറ്റൊന്നുമല്ല, റെന ഫാത്തിമ കാണിക്കുന്ന കോപ്രായങ്ങളും റെന ഫാത്തിമയ്ക്ക് മറ്റുള്ളവരോടുള്ള പുച്ഛവുമൊക്കെയാണ് സാബു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാബു പറയുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞു. ടാസ്കിനിടയിൽ മനഃപൂർവ്വം അവിടെ പെണ്ണുങ്ങളെ കയറി പിടിച്ചവർ വരെ ഉണ്ട്, അവരാരും ഇതുവരെ സോറി പറഞ്ഞില്ലല്ലോ. അതുപോലെ തെറി വിളിച്ചപ്പോൾ പച്ചയ്ക്ക് അമ്മയ്ക്ക് വരെ തെറി വിളിച്ച ആൾക്കാരുണ്ട്, അവരാരും സോറി പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സാബു ഇങ്ങനെ പറയുന്നുണ്ട്. അതിൽ ഈ പെണ്ണുങ്ങളെ മനഃപൂർവ്വം കയറി പിടിച്ചവർ സോറി പറഞ്ഞില്ലല്ലോ എന്നുള്ള പോയിൻ്റ് ബാക്കിയുള്ള മത്സരാർത്ഥികൾ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം അവിടെ നടക്കുന്നത് ഫിസിക്കൽ ടാസ്ക്കാണ്. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ ഫിസിക്കൽ ടാസ്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടു പേർക്കും ഒരുമിച്ച് മത്സരിക്കേണ്ട സിറ്റുവേഷൻ വരും. ഇന്നലെ അങ്ങനെ ഭൂമി കയ്യേറ്റം ടാസ്ക് അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ അവിടെ മനഃപൂർവ്വം പെണ്ണുങ്ങളെ കയറി പിടിച്ച ആൾക്കാരുണ്ടെന്നാണ് ഇപ്പോൾ സാബു ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം കയറി പിടിച്ച ആൾക്കാരുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറയണം, അത് മറ്റുള്ളവർക്ക് അറിയണം എന്നാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ പറയുന്നത്. അതുമാത്രമല്ല, ഇതുവരെയും ഒരു ലേഡി മത്സരാർത്ഥി പോലും തന്നെ മനഃപൂർവ്വം ഒരാൾ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് പരാതിയുമായിട്ട് വന്നിട്ടില്ല. അവർക്കാർക്കും ഇല്ലാത്ത പരാതി സാബുവിന് എങ്ങനെ വന്നു എന്നാണ് ഇപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ ആലോചിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുമായി വരാം. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.